കളമശ്ശേരിയിലെ മാലിന്യമല ഡംപിംഗ് യാർഡ് ഇപ്പോൾ പ്രതിരോധ റോഡിലോ? ഇത് കളമശ്ശേരി നഗരസഭയുടെ ഡംപിംഗ് യാർഡല്ല, NAD പ്രതിരോധ റോഡാണ്. കിലോമീറ്ററുകളോളം സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ റോഡരികിലും പറമ്പിലുമൊക്കെയായി തള്ളിയിരിക്കുന്നു. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലുകളെടുക്കുമ്പോഴും ഇത്തരത്തിലൊരു മാലിന്യമലയ്ക്ക് ഒരു പരിഹാരവും കാണുന്നില്ല. സമീപത്തെ ജലസ്രോതസ്സിലേക്കുൾപ്പെടെ മാലിന്യങ്ങൾ കലരുകയാണ്. ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ ദിനംപ്രതി കൊണ്ടുവന്ന് തള്ളുകയാണ്. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യവുമുണ്ട്. തെരുവ് നായ്ക്കൾ വട്ടം ചാടി ഇവിടെ വാഹനാപകടങ്ങളും പതിവാണ്. മുനിസിപ്പാലിറ്റിയിലെ ഡംപിംഗ് യാർഡ് ഇപ്പോൾ പ്രതിരോധ റോഡിലേക്ക് മാറ്റി. അപ്പം അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയേക്കാണ്. കാരണം നഗരസഭയുടെ ഡംപിംഗ് യാർഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിശ്ചലമായിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവിടെ ഇപ്പോൾ ബയോമൈനിങ് നടക്കണോണ്ട് അതൊരു വേറൊരു സംവിധാനം അവിടെ ഒരുക്കുന്നുള്ളൂ. ഇതിപ്പോൾ NADയുടെ റോട്ടിലാണ് ഈ കാണുന്നത്. ഇപ്പോൾ NADയുടെ ഒരു സ്ഥലമാണ്. ഈ റോഡിനോട് ബന്ധിച്ച് 7 വാർഡുകൾ ഉണ്ട്. ഈ 7 വാർഡിലെയും ആളുകൾ യാത്ര ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഈ റോഡാണ്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂർണിക്കര, ഏലൂർ, അതേപോലെ തന്നെ തൃക്കാക്കര, എടത്തല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലുള്ള ആളുകളുടെ വേസ്റ്റാണ് ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ തള്ളുന്നത്. എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ തള്ളാൻ കാരണം? കാര്യം ഇത്രയും വിജനമായി കിടക്കുന്ന സ്ഥലമാണിത്. അത് ശരിക്കും NADയുടെ അധീനയിൽപ്പെട്ടതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ പിടിക്കാനോ പറ്റില്ല. NAD ഒരു നിസ്സഹകരണം മൂലമാണ് മുനിസിപ്പാലിറ്റിനോടും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളോട് ചെയ്യുന്നത് തന്നെ. നമുക്കറിയാം NAD ആയിട്ട് ഇതിനു മുമ്പ് 2 വർഷത്തിന് മുമ്പ് ചർച്ച നടത്തി, 2 വർഷത്തിൻ്റെ ഇപ്പുറം ചർച്ച നടത്തിയതാണ്. ഇതേപോലെ ഇതിൽ കൂടുതൽ വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് ഇതേപോലെ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, അതേപോലെ മുനിസിപ്പാലിറ്റിയുടെ ജനപ്രതിനിധികളും NADയുടെ ഉദ്യോഗസ്ഥരും കൂടി മുനിസിപ്പാലിറ്റിയിൽ ഒരു ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ NAD മുന്നോട്ട് വെച്ച NADയും ഈ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ജനപ്രതിനിധികളും അതേപോലെ തന്നെ NAD ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെച്ചൊരു പ്രശ്നപരിഹാരം എന്ന് വെച്ചാൽ ഡംപിങ് ഈ സാധനം കുറേ 40 ടണ്ണോളം വേസ്റ്റ് എന്ന് ഇവിടുന്ന് നിലവിലെടുത്തായിരുന്നു. അതേപോലെ തന്നെ ക്യാമറ സ്ഥാപിക്കാമെന്ന് NAD കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം ചിലവിൽ ക്യാമറ സ്ഥാപിക്കാമെന്ന് പറഞ്ഞപ്പോൾ NAD പറഞ്ഞത് അവർക്ക് അതിനുള്ള ഫണ്ടുണ്ട്, അവരത് സ്ഥാപിച്ചോളാമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി വേറൊരു കാര്യം കൂടി പറഞ്ഞു, 2 സൈഡിലും ഫെൻസിങ് കെട്ടാനുള്ള ഫണ്ടും ഞങ്ങൾ എടുത്തോളാം എന്നാണ് പറഞ്ഞത്. പക്ഷേ NAD ഇതെല്ലാം അവർ ചെയ്തോളാം എന്ന രൂപേണ പറയുന്നുണ്ടെങ്കിലും പക്ഷേ യാതൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർക്ക് എങ്ങനെയല്ല ഇത് ഈ റോഡിൽ കൂടിയുള്ള വാഹന സഞ്ചാരം നിർത്തലാക്കാനാണോ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ കുടിവെള്ള സ്രോതസ്സിലോട്ടാണ് ഇത് ചെല്ലണത്. ഇപ്പോൾ ഇതിൻ്റെ നേരെ താഴെ കാണുന്നത് ഒരു തോടാണ്. ഈ തോട്ടിലോട്ടാണ് ഇതിൻ്റെ ഈ മാലിന്യത്തിൻ്റെ ഈ വെള്ളം എല്ലാം ചെല്ലുന്നത്. ഇത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോട്ടാണ് ചെല്ലുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് റെസിഡൻസ് ഏരിയയും സ്കൂളും എല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ഈ ഭാഗത്തോട്ട് ആരും ഒരു അധികൃതരും ഇതിങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. മിക്കപ്പോഴും നമ്മൾ കൗൺസിലായാലും അല്ലാത്ത എവിടെ അല്ലാത്ത സ്ഥലങ്ങളിലായാൽ പോലും ഇത് നമ്മൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയോ അല്ലെങ്കിൽ ഇതൊരു ചർച്ച നടത്തി ഇതിനൊരു പ്രശ്നപരിഹാരം ആരും കാണുന്നില്ല. ഈ അധികൃതർ എന്ന് പറയുമ്പോൾ താങ്കൾ ഭരണപക്ഷത്തെ ഒരു കൗൺസിലർ കൂടിയാണ്. അല്ല, അതെ, തീർച്ചയായിട്ടും അധികൃതർ എന്ന് പറയുമ്പോൾ ഇതിൽ മുനിസിപ്പാലിറ്റിക്ക് കുറച്ച് പരിമിതിയുണ്ട്. കാര്യം NADയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്. ഇതിൽ ശരിക്കും ഇടപെടേണ്ടത് മുനിസിപ്പാലിറ്റി ഇടപെടണം അല്ലാന്നല്ല പറയണേ. പക്ഷേ കളക്ടർ മുഖേനയാണ് ഇതിൻ്റെ മറ്റുള്ള പോംവഴികൾ സാധിക്കുകയുള്ളൂ. കാര്യം NAD ഡിഫൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് കയറി ഒന്നും ചെയ്യാനോ പിടിക്കാനോ പറ്റാത്തൊരു സ്ഥാപനം ആയതുകൊണ്ട് കളക്ടർ മുഖേന ഇവിടെ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവരിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടിയന്തര കൗൺസിൽ ഉണ്ടായാൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അവിടെ എടുത്ത തീരുമാനം ഇത് അടിയന്തരമായിട്ട് കളക്ടർക്ക് ഒരു കത്ത് നൽകി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ NAD അധികൃതരുമായിട്ട് ചർച്ച നടത്തണം. അതേപോലെ തന്നെ ബന്ധപ്പെട്ട MP, സ്ഥലം മന്ത്രിയും MLA P. രാജീവിനെ ഉൾപ്പെടുത്തി ഒരു ചർച്ച നടത്തണം എന്നാണ് അന്ന് കൗൺസിലിൽ എടുത്തേക്കുന്ന ഒരു തീരുമാനം. ഈ കളമശ്ശേരി നഗരസഭയിൽ മല്ലപ്പിത്തം വ്യാപകമാകുന്ന ഒരു സാഹചര്യം കൂടിയാണിത്.
ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ദുർഗന്ധം കൂടിയുണ്ട്. ഇപ്പോൾ ജലസ്രോതസ്സിലേക്ക് ഈ മാലിന്യം ഒഴുകി പോകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടിയന്തിരമായിട്ട് എന്തെങ്കിലും നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇത് നീക്കം ചെയ്യാനുള്ള നടപടി എന്തെങ്കിലും സ്വീകരിക്കാൻ സാധിക്കുമോ? നമ്മൾക്കറിയാം, ഇപ്പോൾ നഗരസഭയുടെ പരിധിയിൽ ഇപ്പോൾ ഇന്നലെ അടക്കം സ്ഥിരീകരിച്ചേക്കുന്ന 28ഓളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ റോഡിനോട് ബന്ധപ്പെട്ട വാർഡുകളിലില്ല. നഗരസഭ നടപടി എടുക്കേണ്ട കാര്യം അടുത്ത് തന്നെ അതിനുള്ള ഒരു അന്ന് കൗൺസിലിൽ പറയുകയും ചെയ്തിരുന്നു. ഒരു 2-3 ക്യാമറ താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ച് ഇതിനുള്ള ആരാണ് മാലിന്യം കൊണ്ടുവന്ന് അവരെ പിടിക്കാനുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നീക്കം ചെയ്യാനും നഗരസഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് വേറെ ആക്കി തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ബാക്കിയുള്ള ജൈവം കൊണ്ടുപോയി വേറെ എവിടെയോ ഡംപ് ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായത്. ബന്ധപ്പെട്ടവർ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കുന്നത് പൊതുജനങ്ങളാണ്. കാലവർഷം കൂടി ആരംഭിച്ചാൽ ഈ പ്രദേശം കൂടുതൽ ദുരിതത്തിലാകും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെങ്കിലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.